നമുക്കെല്ലാവർക്കും റെഡ് ഏഞ്ചലിക് പാൻറ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ റെഡ് ഏഞ്ചലിക് പാൻറിന്റെ ഇവന്റ്. അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട് വിഷയം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് റെഡ് ഏഞ്ചലിക് പാൻറ് ലഭിക്കും എന്നുള്ളൊരു കണ്ടന്റ് ആണ്. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതൊക്കെ സത്യമാണോ? നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് റെഡ് ഏഞ്ചലിക് പാൻറ് ലഭിക്കുമോ? ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു ഏഞ്ചലിക് പാൻറ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ബാൻ ലഭിക്കുമോ? പിന്നെ ഫ്രീ ഫയർ ID ബാൻ ആകുമോ? എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക? നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴേക്കാണ് ബെല്ലേക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലേക്കൺ അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഇവന്റ് പേജിലേക്ക് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും പോകാം. ഈ ഒരു പേജ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലതുഭാഗത്ത് ഷെയർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിവിടെ ക്രോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈലിലെ റൊട്ടേഷൻ എനേബിൾ ഒക്കെ ചെയ്യാൻ പറയുക. നമ്മളത് എനേബിൾ ചെയ്ത് ലാൻഡ്സ്കേപ്പിൽ റൊട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ക്രോം ബ്രൗസറിൽ നമുക്ക് എല്ലാവർക്കും ഈവന്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ഈ കോപ്പി ചെയ്ത ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ അല്ലെങ്കിൽ മെസ്സേജിലോ നിങ്ങൾ വന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ടോക്കൺ എന്നൊരു അക്ഷരം കാണാൻ സാധിക്കും, എന്നൊരു വേർഡ് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ മുതൽ നമ്മൾ ബാക്കോട്ട് നമ്മളെല്ലാവരും ഇറേസ് ചെയ്യുക. ഈ ഈക്വൽസിനെയും ഒന്ന് കളഞ്ഞേക്കുന്നു, മാച്ച് കളഞ്ഞേക്കൂ. ഈക്വൽസ് കഴിഞ്ഞിട്ടുള്ള വേർഡ്സ് എല്ലാം ഇങ്ങനെ തന്നെ വെച്ചേക്കും, നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ മാച്ച് കളഞ്ഞ ഏരിയയിലേക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ലിങ്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഈ കാണുന്ന വേർഡ്സ്, ഈ കാണുന്ന ലിങ്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഇതിനിടയിൽ കുറച്ച് സ്പേസ് കാണാം. ആ സ്പേസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഒന്ന് റേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ലിങ്ക്, അതായത് മൊത്തം എല്ലാം ഒരുമിച്ചാകാം. ദെൻ നമ്മളെല്ലാവരും ഈ ലിങ്ക് ഫുള്ളായിട്ട് നമ്മളെല്ലാവരും കോപ്പി ചെയ്യുക. ദെൻ നമ്മളെല്ലാവരും കോപ്പി ചെയ്ത ലിങ്ക് ആ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈവെന്റിൽ നമുക്ക് എല്ലാവർക്കും 19 ഡയമണ്ടിന് 56 ഡയമണ്ടിന് പിന്നെ നമുക്ക് 39 ഡയമണ്ടിനൊക്കെ നമുക്ക് എല്ലാവർക്കും സ്പിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും നമ്മളെല്ലാം മറ്റുള്ള യൂട്യൂബിലൊക്കെ കണ്ട എല്ലാ വീഡിയോസും ഇങ്ങനെയായിരിക്കും. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കാണാൻ സാധിക്കും. ഒരു 39 ഡയമണ്ടും ഒരു 59 ഡയമണ്ടൊക്കെ കൊടുക്കേണ്ടി വരും. എന്തായാലും ഫ്രീ ഫയറിലേക്ക് ഈവെന്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല മാസമായിട്ടുള്ള ഡയമണ്ടൊക്കെ വേണ്ടി വന്നേക്കാം നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട്. ബട്ട് നമുക്ക് ഗ്ലിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡയമണ്ട് മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. ഒട്ടുമിക്ക പ്ലേയേഴ്സും ഒരുപാട് പ്ലേയേഴ്സും ഇതിന് മുമ്പേ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഗ്ലിച്ച് വന്നപ്പോൾ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ ഈ റെഡ് ഏഞ്ചലിക് പാൻറ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനെയും ബാൻ ചെയ്യേണ്ടി വരും. ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് വരെ ഈ ഒരു ഗ്ലിച്ചിന്റെ വീഡിയോയും പിന്നെ അവരൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ ഗ്ലിച്ച് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെയും. ചിലപ്പോൾ നമുക്ക് റെഡ് ഏഞ്ചലിക് പാൻറ് തിരിച്ച് ഫ്രീ ഫയർ എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് OB33 അപ്ഡേറ്റ് വന്ന് കഴിയുമ്പോഴായിരിക്കും മിക്കവാറും നമ്മുടെ ഈ റെഡ് ഏഞ്ചലിക് പാൻറ് തിരിച്ച് ഫ്രീ ഫയർ എടുക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. അടുത്ത് തന്നെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ഒരു ഇവന്റ് ആണ് റെഡ് ഏഞ്ചലിക് പാൻറ് ഇവന്റ്. നമുക്ക് ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഒരുപാട് ഡയമണ്ട് വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 7000 അല്ലെങ്കിൽ നമുക്കൊരു 8000 ഡയമണ്ട് വേണ്ടി വന്നേക്കാം ചിലപ്പോൾ എടുക്കാനായിട്ട്. സോ ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതായത് ഫ്രീ ഫയർ റെഡ് ഏഞ്ചലിക് പാൻറ് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുന്ന നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഈ ഗ്ലിച്ച് ഉപയോഗിക്കുന്ന ആരെയും പ്രേരിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.